പ്രിയപ്പെട്ടവരെ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ഹിറ്റ്ലറിനോട് ഏറ്റവും അടുത്ത അനുയായികളും ആത്മഹത്യ ചെയ്തു. എന്നാലും ഈ നാസി തടങ്കൽ പാളയത്തിലേക്ക് ജൂതന്മാരെ കൊണ്ടുപോകുന്നതിന് കുറവുകളൊന്നും കുറച്ചു നാളത്തേക്ക് ഉണ്ടായില്ല. കാരണം ഹിറ്റ്ലറിൻ്റെ അനുയായികൾ അത് വീണ്ടും വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു, പ്രത്യേകിച്ച് ജൂതന്മാരെ കൊന്നെടുക്കുവാനായിട്ട്. ഒരു ബസ്സിൽ ഇങ്ങനെ ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കുടുംബത്തിലെ 3 പെൺകുട്ടികൾ, 3 സഹോദരിമാരുണ്ടായിരുന്നു. ആ ബസ്സിൽ നിന്നും 3 സഹോദരിമാർ രക്ഷപ്പെട്ട് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ അഭയം തേടുകയാണ്. വീടിൻ്റെ വാതിലിൽ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. എർനെ പെട്രിയ എന്ന പേര് അറിയപ്പെടുന്ന ഒരു സ്ത്രീ ആ വീട് തുറന്നു. ആ 3 പെൺകുട്ടികളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിച്ച് പാലർലിരുത്തി. അവരുടെ വേദനകളും ദുഃഖങ്ങളുമെല്ലാം കേട്ടു. അവർക്ക് വേണ്ട ഭക്ഷണമെല്ലാം കൊടുക്കുകയും ചെയ്തു. ഈ സഹോദരിയുടെ എർനെ പെട്രിയുടെ മക്കളും കൂടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പമാണ് ഈ 3 കുട്ടികൾക്കും ഭക്ഷണമൊക്കെ കൊടുത്തത്. പിന്നീട് എർനെ പെട്രിയുടെ മക്കളൊക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഈ എർനെ പെട്രി തൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. പക്ഷേ വൈകിട്ടും എത്തുന്നില്ല. ഈ രക്ഷപ്പെട്ടു വന്ന 3 പെൺകുട്ടികളും വലിയ ക്ഷീണമുണ്ടായിരുന്നു, വലിയ ദുഃഖഭാരമുണ്ടായിരുന്നു, വലിയ പ്രതീക്ഷകളൊന്നും അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടായില്ല. അവരും പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. എന്നാൽ ഈ എർനെ പെട്രി എന്ന് പറയുന്ന ആൾ ഈ 3 പെൺകുട്ടികളെയും വിളിച്ചുണർത്തി. അതിനുശേഷം ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഔട്ട് ഹൗസിൽ എത്തിച്ചതിന് ശേഷം തൻ്റെ തൂക്കിയുയർത്തി ആ 3 പെൺകുട്ടികളെയും നിഷ്കരണം വെടിവെക്കുകയാണ് ചെയ്തത്. 3 പേരും കൊല്ലപ്പെട്ടു. 1945 സൗത്ത് ജർമ്മനിയിൽ ഈ സംഭവം നടക്കുന്നത്. ഇതുപോലുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. എങ്കിലും ഇത് വലിയൊരു ദാരുണമായ ഒരു അന്ത്യമാണ്. കാരണം ഒരു സാധാ ഒരു സ്ത്രീ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കൃത്യം ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ഏകദേശം 11-12 വർഷങ്ങൾക്ക് ശേഷം 56-57 കാലഘട്ടങ്ങളിൽ ഇതിനെതിരെ ഒരു കേസെടുത്തു, കേസിൽ ഫയൽ ചെയ്തു. 59-61 കാലഘട്ടങ്ങളിലായിട്ട് വിധി വന്നു. 1961 വിധി വന്നത് ഈ എർനെ പെട്രിയെ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജഡ്ജി ചോദിച്ച ഒരു കാര്യമുണ്ട്. ഈ 3 പെൺകുട്ടികളെയും വധിക്കാനായിട്ട് ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് തോക്കെടുത്തപ്പോൾ ഈ പെൺകുട്ടികൾ കരഞ്ഞില്ലേ, അവരൊന്നും പറഞ്ഞില്ലേ എന്ന്. എർനെ പെട്രി മറുപടി പറഞ്ഞു, അവര് ചെറുതായിട്ട് ഒന്ന് വിതുമ്പി, അത്രമാത്രം. ആ നിമിഷം തന്നെ ഞാൻ അവരെ വകവരുത്തുകയും ചെയ്തു. ഇത് പറയുമ്പോൾ പോലും അവർക്കൊരു പശ്ചാത്താപമോ ചെയ്തത് തെറ്റാണ് എന്നുള്ള ബോധ്യമൊന്നും ഉണ്ടായില്ല. 1962 ജർമ്മൻ ഗവൺമെന്റ് വധശിക്ഷ ശരിവെച്ചു. പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഈ സഹോദരിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചൊന്ന് പഠിക്കുവാനായിട്ട് അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർ തയ്യാറായി. പ്രത്യേകിച്ച് ഇൽസ് കോച്ച്, മരിയ മണ്ടേൽ, ഇർമ ഗ്രേസ് തുടങ്ങിയ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അധികാരികളായ സ്ത്രീകളുണ്ടായിരുന്നു. അവരുമായിട്ട് കമ്പയർ ചെയ്താണ് ഈ എർനെ പെട്രിയെ കുറിച്ച് പഠിക്കുവാനായിട്ട് തയ്യാറായത്. ഞാൻ മേൽപ്പറഞ്ഞ 3 സ്ത്രീകളും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഗവൺമെൻറ് നിയോഗിച്ച വ്യക്തികളായിരുന്നു. അവിടുത്തെ ഗാർഡായിരുന്നു. ഈ സ്ത്രീകളായിരുന്നു ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുവാനും അവിടെയുള്ള വ്യക്തികളുടെയൊക്കെ എണ്ണം രേഖപ്പെടുത്തുന്നതും പിന്നെ ഓരോ സംഘങ്ങളായിട്ട് ഇത്ര പേരെ മരണത്തിലേക്കൊക്കെ പറഞ്ഞു വിടുകയും ചെയ്യുന്നത്. ഇവരെ ഗവൺമെൻറ് നിയോഗിച്ച അധികാരികളായിരുന്നു. എന്നാൽ
എർണെ പെട്രി എന്ന് പറയുന്ന സഹോദരി സാധാ ഒരു സ്ത്രീ ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇവര് ഈ കൃത്യം സ്വയമായിട്ട് നിർവഹിച്ചത്? ഇവരെക്കുറിച്ച് പഠിച്ച മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് യഹൂദന്മാരെ കുറിച്ച് വലിയ മോശമായ കാര്യങ്ങളൊക്കെയാണ് ചെറുപ്പം മുതലേ ഈ സ്ത്രീ കേട്ടു വളർന്നു വന്നത്. ഈ സമൂഹത്തോട് തന്നെ വലിയ ദേഷ്യവും അസ്വസ്ഥതയും ഒക്കെ ഈ എർണെ പെട്രിയിൽ ഉണ്ടായിരുന്നു. കൂടാതെ നാസി ചിന്താഗതിയിൽ യഹൂദർക്കെതിരെ വിരോധം ശക്തമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ക്രൂരതകൾ നിരന്തരം കണ്ട് ഒന്നും അല്ലാത്ത അവസ്ഥയിലേക്ക് മനസ്സ് നിർജീവമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ചുരുക്കത്തില് ഈ സംഘത്തോട്, ഈ ജൂതന്മാരോട് വലിയ വെറുപ്പും ദേഷ്യവും ചെറുപ്പത്തിലെ തന്നെ ഉടലെടുത്തു. അതിങ്ങനെ വളർന്ന് 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 മൂർധന്യാവസ്ഥയിലെത്തി. അവരാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്ന് പോലും അവൾ വിശ്വസിച്ചു. അവിടെ ധാർമ്മികതയ്ക്കോ മൂല്യങ്ങൾക്കോ ഒന്നും വില കൊടുത്തില്ല. അവിടെ ഫീലിങ്സ് ഇല്ല, സ്നേഹമില്ല, കരുണയില്ല, ദേഷ്യവും അസ്വസ്ഥതയും മാത്രം. ഈ വളർന്നു വന്ന കോപം, അസ്വസ്ഥത, അവരോടുള്ള ഒരു വംശീയ വിദ്വേഷം, ഇതാണ് ഈ അഭയം തേടിയ ഈ 3 പെൺകുട്ടികളെയും നിഷ്കരണം വെടിവെച്ചു കൊല്ലുവാനായിട്ട് ഇവളെ പ്രേരിപ്പിച്ചത്. സ്നേഹമുള്ളവരെ, വലിയ ദാരുണമായ ഒരു സംഭവമാണ്. ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആഴങ്ങളിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒന്ന് വരാം. ഞാനും നിങ്ങളുമൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ അതിനനുസരിച്ചെന്ന് പരുവപ്പെടും. നമ്മുടെയൊക്കെ സംഭാഷണങ്ങൾ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് വലിയൊരു ഉത്തേജനം നൽകും, ജീവിക്കാനുള്ള പ്രവണത തരും ആ സംഭാഷണങ്ങളൊക്കെ. ഇനി നമുക്കറിയാലോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വസ്ഥതയില്ല എങ്കിൽ വലിയ പ്രയാസമാണ് ഓരോന്നും വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട്. സമാധാനം എന്ന് പറയുന്നത് അത് ദൈവം തരുന്നതാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വയമായി നേടിയെടുക്കേണ്ടതാണ്. ഒരു പ്രൊഫസറിന് നന്നായി വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെങ്കിൽ, അവരുടെ വേദനകളും ദുഃഖങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ആ പ്രൊഫസറിൻ്റെ വീട്ടിലെ അന്തരീക്ഷം നല്ലതാകണം. പ്രിയപ്പെട്ടവരെ, ഇനി ഏത് തലങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്നുവോ ആ തലങ്ങളിലൊക്കെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കണമെങ്കിൽ നമ്മുടെ കുടുംബ അന്തരീക്ഷവും സാഹചര്യങ്ങളുമെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിൽ സ്വസ്ഥതയും ശാന്തതയും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രമേ ക്രിയാത്മകമായി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ മേൽപ്പറഞ്ഞതുപോലെ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മുടെയൊക്കെ സംഭാഷണങ്ങൾ, കാണുന്ന ചില കാര്യങ്ങളൊക്കെ വലിയ വംശീയ വിദ്വേഷവും വെറുപ്പും അസ്വസ്ഥതയുമൊക്കെയാണ് പ്രദാനം ചെയ്യുന്നതെങ്കിൽ നമ്മുടെയൊക്കെ സമാധാനം ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പല പ്രശ്നങ്ങളുടെയും ആത്യന്തികമായ കാരണങ്ങളും ഇതുപോലെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ ഉടലെടുക്കുന്ന ചില സംഘർഷങ്ങളൊക്കെ. എന്തിനേറെ ഇക്കാലഘട്ടങ്ങളിൽ വലിയ ഭീതിയിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുക. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചൊക്കെ നമ്മളൊക്കെ ബോധവാന്മാരാണ്. തുടങ്ങിയപ്പോൾ ലോകം വിചാരിച്ചു 2 അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് എല്ലാം തീരുമെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇപ്പം ഒരു അന്തവുമില്ലാത്ത രീതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
എല്ലാം കൈവിട്ടു പോയല്ലോ എന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമൂലം വേദന അനുഭവിക്കുന്ന എത്രയോ വ്യക്തികൾ, എത്രയോ കുടുംബങ്ങൾ, എത്രയോ സമൂഹങ്ങൾ ഒരു രാത്രി കൊണ്ട് തന്നെ എല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്ക്. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ? ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് നല്ലൊരു ഡയലോഗ് നടത്തിയാൽ, നല്ലൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ല പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ. നമുക്കറിയാലോ, യുദ്ധമൊക്കെ തുടങ്ങിയിട്ടും യുദ്ധമൊക്കെ അവസാനിപ്പിക്കാനും ആ സമയത്തും ഈ ഒരു ഡയലോഗിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. ചിലപ്പം 3ഉം 4ഉം ഡയലോഗുകളിലൂടെയൊക്കെ നടന്നു പോയതിനു ശേഷമാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ആർക്കും ഒന്നും നേടിയെടുക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ, വലിയ ഭാരമാ, സമാധാനമില്ലാത്ത അവസ്ഥ. നമുക്കറിയാലോ, സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 90-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു വചനമുണ്ട്. നമ്മുടെയൊക്കെ ആയുസ് എന്ന് പറയുന്നത് കൂടി വന്നാൽ 70-80 വർഷമാണ് പ്രിയപ്പെട്ടവരെ. ഈ 70-80 വർഷങ്ങൾ, അല്ലെങ്കിൽ 90-100 അങ്ങനെ വേണമെങ്കിൽ കൂട്ടിക്കോ, ഒരല്പം കൂടെ ബോണസായിട്ട്. ഇത്രയും വർഷങ്ങളാ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതിനുള്ളിൽ എത്രമാത്രം സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് വലുത്. ധാർമ്മിക മൂല്യങ്ങളൊക്കെ കൈപിടിച്ചുകൊണ്ട് സന്തോഷമായിട്ട്, ആരെയും വെറുപ്പിക്കാതെ, എല്ലാവരെയും ചേർത്ത് പിടിച്ച്, എന്നാൽ സർപ്പങ്ങളെപ്പോലെ വിവേകിയും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാനായിട്ടൊക്കെ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? അതാണ് ചോദ്യം. ആയതിനാൽ ഈ അവസരത്തിൽ, പ്രത്യേകിച്ച് ഈ ടോക്ക് കേൾക്കുന്ന അവസരത്തിൽ, നമ്മൾക്ക് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. കാരണം ഇങ്ങനെയുള്ള അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറായെങ്കിൽ തന്നെ അവരെയൊക്കെ അടിച്ചമർത്തുന്ന, ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന സ്ഥിതിഗതികളിലേക്കൊക്കെ വരുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പ ശബ്ദമുയർത്തി, ധാർമ്മികമായ ശബ്ദം. അത് ആരെയും അനുകൂലിച്ചുകൊണ്ടല്ല, മറിച്ച് ഈ ലോകം എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് എല്ലാവർക്കും സമാധാനത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട്, ജീവൻ നയിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഊന്നൽ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, സംഘർഷങ്ങൾ കൊണ്ട്, യുദ്ധങ്ങൾ കൊണ്ട്, മനസ്സിൽ സൂക്ഷിക്കുന്ന വാശി കൊണ്ട്, വെറുപ്പ് കൊണ്ട് ഒന്നും ആർക്കും നേടിയെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. സമ്പത്തിനും പ്രതാപത്തിനുമൊക്കെ ഒരു പരിധിയുണ്ട് നമ്മളെ രക്ഷിക്കുവാനായിട്ട്. നമ്മുടെ കഴിവുകൾക്കും ഒരു പരിധിയുണ്ട് എല്ലാത്തിനെയും നേടിയെടുക്കുവാനും സന്തോഷം അനുഭവിക്കാനും. പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷവും ഈ സമാധാനവും ലഭിക്കണമെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിരുന്നു കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം സുന്ദരമായി, ധന്യമായി മാറുന്നത്. നമുക്കറിയാം, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, വചനത്തിൽ അത് വ്യക്തമായി സൂചിപ്പിക്കുന്നുമുണ്ട്. ഈ മരണമെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? വേർപാട് വേദനാജനകമാണ്. മരണത്തിലൂടെ പ്രിയപ്പെട്ടവര് മൺമറിഞ്ഞു പോകുമ്പം ആ വേർപാട് വേദനാജനകമാണ്. ഒരിക്കലും നികത്താൻ പറ്റാവുന്നതിൽ അധികമാണ്. ചിലപ്പോഴൊക്കെ അവരെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളൊക്കെ നമുക്ക് വരും, ആ നല്ല ഓർമ്മകൾ മാത്രം. എന്നാൽ ഒരു സഹോദരനെ വെറുക്കുന്ന അവസരത്തിൽ എന്താണ് സംഭവിക്കുക? പ്രിയപ്പെട്ടവരെ, വെറുക്കാൻ പല കാരണങ്ങളുണ്ടാവാം, അതിലേക്ക് വരാം. പക്ഷെ അതിനു മുൻപ്, വെറുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മരണത്തിലേക്ക് ഒരാൾ പോയി, അതുപോലെ തന്നെ ആ വെറുക്കുന്ന മനുഷ്യനെയും നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ജീവിതകാലം മൊത്തമായിട്ട്. ചുരുക്കത്തിൽ നമ്മുടെ മനസ്സിൽ ആ ആള് ഇല്ലാതാകുന്നു. എന്നാൽ
ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കണ്ടുമുട്ടിയാൽ, സംസാരിക്കുകയൊന്നും വേണ്ട, ഒന്ന് കണ്ടുമുട്ടിയാൽ പിന്നെ പഴയ പഴയ ഓർമ്മകളൊക്കെ തികട്ടി വരും. പിന്നെ കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് നാളുകളിലേക്ക് അസ്വസ്ഥതയാ പ്രദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ എന്തിനാ നമ്മൾ കലുങ്കുഷിതമാക്കി മാറ്റുക? നല്ല ഓർമ്മയിൽ ജീവിക്കുവാനായിട്ടല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളോട് ചേർന്ന് നിന്ന വ്യക്തികളുണ്ട്. നമ്മുടെ കൂടെ ആയിരുന്ന് നമ്മളെ സഹായിച്ച, നമ്മൾ സഹായിച്ച, നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ വെച്ചിരുന്ന സമ്പത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലും എടുത്ത് സഹായിച്ച് സഹായം സ്വീകരിച്ച വ്യക്തികൾ, കുടുംബങ്ങളൊക്കെ ഉണ്ടാവാം. ജീവിത സാഹചര്യങ്ങളിൽ അവരൊക്കെ ഉപേക്ഷിക്കുമ്പോൾ, കുത്തുവാക്കുകൾ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയല്ലേ പ്രിയപ്പെട്ടവരെ? സ്നേഹമുള്ളവരെ, ഇവിടെയാണ് ജീവിതത്തെ വീണ്ടെടുക്കുവാനായിട്ട് ഞാനും നിങ്ങളും തയ്യാറാകേണ്ടത്. കാരണം ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പല തരത്തിലുള്ള രോഗങ്ങളിലേക്ക് വഴുതി വീഴുകയാണ് ചെയ്യുന്നത്. വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ 35 മുതൽ 40 വരെയുള്ള രോഗങ്ങളുടെ കാരണമെന്ന് പറയുന്നത് ഈ മനസ്സിൻ്റെ അസ്വസ്ഥത, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, വെറുപ്പ്, വൈരാഗ്യം, ഉള്ളിൻ്റെ ഉള്ളിലെ സംഘടനകൾ, ഇവയൊക്കെയാണ് 35 മുതൽ 40% വരെയുള്ള ശാരീരിക മാനസിക രോഗങ്ങൾക്ക് നിദാനമെന്ന്. എനിക്ക് ഒരു വ്യക്തിയെ പരിചയമുണ്ട്. അദ്ദേഹത്തിന് 4 സഹോദരിമാരുണ്ടായിരുന്നു. ഇദ്ദേഹം കഠിനാധ്വാനം ചെയ്തു, അപ്പനോടും അമ്മയോടും ഒക്കെ ചേർന്ന് കഠിനാധ്വാനം ചെയ്തു, കാരണം മൂത്ത മകനാണ്. പക്ഷേ ഈ 4 സഹോദരിമാരെയും കഠിനാധ്വാനം ചെയ്താണ് പറഞ്ഞയച്ചത്, വിവാഹം കഴിപ്പിച്ച് മറ്റ് വീടുകളിലേക്കൊക്കെ പറഞ്ഞയച്ചത്. എന്നാൽ ഈ സഹോദരൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടതല്ലേ, ആ കഷ്ടപ്പെട്ടതിന് അനുസരിച്ചുള്ള ഒരു ഫലം ആ സഹോദരിമാരിൽ നിന്ന് കിട്ടിയില്ല. അതോടൊപ്പം തന്നെ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ലഭിച്ചില്ല. ഭയങ്കര ദേഷ്യമായി ഇദ്ദേഹത്തിന്. ഇദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, ചെറുതായിട്ടൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇങ്ങനെ വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 14-15 വർഷമായി ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഈ വേദന, ദുഃഖം, വെറുപ്പ് കടന്നുകൂടിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇദ്ദേഹം കൊളാപ്സ്ഡ് ആവുകയാണ് ചെയ്യുന്നത്, തളർന്നു വീഴുകയാണ് ചെയ്യുന്നത്. ആംബുലൻസിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പല പരിശോധനകളും ടെസ്റ്റുകളൊക്കെ നടത്തി. പ്രത്യേകിച്ചൊന്നും കണ്ടെത്തുവാനായിട്ട് പറ്റിയില്ല. ആശുപത്രിയിൽ വെച്ച് നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു, വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന പകയും വിദ്വേഷവും ഇദ്ദേഹത്തിന് മനസ്സിലുണ്ട്. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ മാതാപിതാക്കളോട്, സഹോദരിമാരോട്. ഇവയൊക്കെ ഇങ്ങനെ പതുക്കെ 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 അത് പൊട്ടി പുറത്തേക്ക് വന്ന ഒരവസ്ഥയാണ് ഇദ്ദേഹം കൊളാപ്സ് ആകാനുള്ള കാരണം ശരീരത്തിന് ആരോഗ്യമുണ്ട്, പക്ഷെ മനസ്സിന് പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നില്ലാത്ത സാഹചര്യം. ചില സാഹചര്യത്തിൽ മനസ്സും ശരീരവും ഒരുപോലെ പ്രവർത്തിക്കില്ല. കാരണം എന്താ, ഡിസിഷനൊക്കെ വളരെ ദൃഢതയുള്ളതാ, പക്ഷേ ശരീരത്തിന് മനസ്സിനോട് പ്രതികരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. സാധാരണ അത് ഒരു 65-70 വയസ്സ് കഴിയുമ്പോഴാണ് വരുന്നത്. എന്നാൽ ഇതുപോലുള്ള ദുഃഖഭാരങ്ങളിലൂടെ പോകുമ്പം പെട്ടെന്ന് തന്നെ അതില്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോക സമാധാനത്തിന് വേണ്ടി. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്ന ഇടങ്ങളില്ലേ, കുടുംബം, സമൂഹം, അവിടെയൊക്കെ നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്ക് കൂടുന്നു, പിന്നെ അത് ഊതിപ്പെരിപ്പിക്കുന്നു. കാരണം പിന്നീട് അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ല. പക്ഷേ വെറുപ്പും വിദ്വേഷവുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ജീവിതം നശിച്ചു പോകുന്ന സ്ഥിതിവിശേഷം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന
ധാരാളം വ്യക്തികളുണ്ട്. അതാ അവരിലേക്ക് അങ്ങയുടെ കാരുണ്യം അങ്ങ് എത്തിക്കണമേ. അവരിലേക്ക് അങ്ങയുടെ കൃപ അങ്ങ് എത്തിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു ഡെലിവറൻസ്, ഒരു വിടുതലുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.